ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പഫ്സിൻ്റെ സ്റ്റൈലുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം മസാല ഉണ്ടാക്കിയെടുക്കണം. ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തും 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ 2 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതായത് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള മാവാക്കി എടുക്കണം. ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, ഇപ്പോൾ തന്നെ ചെയ്തെടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് മാക്സിമം എത്ര വലിപ്പം കിട്ടുന്നോ അത്രത്തോളം പരത്തിയെടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ അരുഭാഗം മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഉള്ളി മസാല ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മുട്ട പുഴുങ്ങിയിട്ട് അത് നേരെ പകുതിയാക്കിയിട്ട് ഒരു പകുതിയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ആ 4 ഭാഗത്തുനിന്നും നടുവിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബോക്സ് ടൈപ്പിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ആക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. രണ്ടാമതും ഇതേപോലെ തന്നെ ചെയ്യാം. ആദ്യം ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു വലിയ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. പിന്നെ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഉള്ളി മസാല വെച്ച് കൊടുക്കുക. പിന്നെ മുട്ട വെക്കുക. അടുത്ത ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ ആദ്യം നടുവിലേക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാക്കുക, പിന്നെ അപ്പുറത്തെ ഭാഗത്ത് നിന്നാക്കുക. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് പ്രത്യേകിച്ച് ഗമ്മൊന്നും വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് മുട്ടയിലൊക്കെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തതും ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 4 ബോക്സോളം റെഡിയാക്കി എടുക്കാം. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം പാല് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബോക്സായിട്ട് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. എല്ലാ ഭാഗത്തും മുട്ട നന്നായിട്ട് ആക്കിയതിന് ശേഷം നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ആദ്യം മുട്ടയിൽ കവർ ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് റെഡിയാവും. ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് പുറം ഭാഗം ഒരു ബ്രൗൺ കളറാക്കി എടുക്കുക. ഇത് വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഉള്ളിലെ മൈദയൊക്കെ നന്നായിട്ട് തന്നെ കുക്കാവും. ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ഇങ്ങനെ ആറ്റിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാം. ഒന്നെടുത്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുക. നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബോക്സ് തന്നെ 4 പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഉണ്ടാവും.
ഒരു പപ്സിൻ്റെ ഒക്കെ ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാവുക. ഏകദേശം അങ്ങനെ ഒരു അടിപൊളി ടേസ്റ്റും ആണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്